ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തും ഉപയോഗിക്കുന്ന ഇത്തരം ടഫായിട്ടുള്ള സെന്റൻസുകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Conditional sentences. These are conditional sentences and we are going to learn everything about conditional sentences within 10 minutes. Conditional sentences എന്നാണ് ഇത്തരം സെന്റൻസുകളെ പറയുക. കൃത്യമായി അവ ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അവയുടെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 4 ടൈപ്പ് കണ്ടീഷണൽ സെന്റൻസുകളാണുള്ളത്. സീറോ കണ്ടീഷണൽ സെന്റൻസസ്, ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ്, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ് ആൻഡ് തേർഡ് കണ്ടീഷണൽ സെന്റൻസസ്. 4 ടൈപ്പ് കണ്ടീഷണൽ സെന്റൻസുകളാണ് ഇംഗ്ലീഷിലുള്ളത്. 4 ടൈപ്പ് സെന്റൻസുകളും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കില്ല, പക്ഷെ ഒരു ജനറൽ ഐഡിയ നമുക്കുണ്ടായിരിക്കണം. സീറോ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ടൈപ്പ് സെന്റൻസുകളാണ്. അവ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഫസ്റ്റ്, സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസുകൾ ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാനുള്ള സെന്റൻസുകളാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാനുള്ള സെന്റൻസുകൾ. അവ തന്നെ 2 എണ്ണമുണ്ട്. അവ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പിന്നീടുള്ള വീഡിയോകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് കണ്ടീഷണൽ സെന്റൻസുകളെ കുറിച്ചാണ്. അതായത് തീർത്തും കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടീഷണൽ സെന്റൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കുക. എന്താണ് കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് നമുക്ക് പരിചയപ്പെടാം. അതായത്, ഇന്നലെ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. ആ ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നീ എന്നെ വിളിച്ചിരുന്നുവെങ്കിൽ അതൊരു കണ്ടീഷനാണ്. ഇത്തരം കണ്ടീഷൻ ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളെയാണ് കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സെന്റൻസുകളാണ്. ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുന്ന സമയത്തും വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്തും ഒക്കെ ഇത്തരം സെന്റൻസുകൾ നമുക്ക് ആവശ്യമുണ്ട്. If I'd had enough money, I'd have bought a mobile for yesterday. എൻ്റെ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇന്നലെ ഒരു മൊബൈൽ വാങ്ങുമായിരുന്നു. If I hadn't been busy last week, I'd have called you. ഞാൻ കഴിഞ്ഞ ആഴ്ച തിരക്കിലല്ലായിരുന്നെങ്കിൽ നിന്നെ വിളിക്കുമായിരുന്നു. Would you have come here last Friday if I'd invited you? ഞാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ നീ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വരുമായിരുന്നോ? ഇതെല്ലാം ജീവിതത്തിൽ ആവശ്യമുള്ള ടൈപ്പ് സെന്റൻസുകളാണ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് ഓർക്കാനും അതുപോലെ തന്നെ കൃത്യമായി ഉപയോഗിക്കാനും എങ്ങനെ സാധിക്കും, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ നോക്കാം. if പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വെബ് തേർഡ് ഫോം, കോമ സബ്ജക്ട് പ്ലസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം. ഈ ഇക്വേഷനിൽ 2 സൈഡിലും നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോം ആണ്. അത് ഫസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരണം. വെർബിന്റെ തേർഡ് ഫോം ആണ് 2 സൈഡിലും ഉപയോഗിക്കുന്നത്. ഈഫ് പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് പ്ലസ് വെബ് തേർഡ് ഫോം ആണെങ്കിൽ മെയിൻ സെക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോം ആണ്. സെന്റൻസ് നോക്കാം, അപ്പൊ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒരു മൊബൈൽ ഇന്നലെ ഞാൻ വാങ്ങുമായിരുന്നു. തീർത്തും കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു കണ്ടീഷനാണ്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് കണ്ടീഷണൽ ടൈപ്പ് സെന്റൻസുകളാണ്, കണ്ടീഷണൽ സെന്റൻസസ് ആണത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ചിന്തിച്ചു നോക്കാം. ഇഫ് ഐ ഹാഡ് ഇനഫ് മണി, 2 ഹാഡ് വരും അവിടെ. ഒന്ന് ഓക്സിലറി വെർബാണ്, ഒന്ന് മെയിൻ വെർബാണ്. അപ്പൊ ഇവിടെ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി. പക്ഷെ നമ്മൾ അവിടെ ഇഫ് ഐ ഹാഡ് ഇനഫ് മണി എന്ന് പറയില്ല, അത് ഷോർട്ട് ഫോം ആക്കണം. ഇഫ് ഐഡ് ഹാഡ് ഇനഫ് മണി, എൻ്റെ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐഡ് ഹാഡ് ഇനഫ് മണി, ഒരു കോമ ഉണ്ട് അവിടെ, ഞാൻ നിനക്ക് വേണ്ടി ഇന്നലെ ഒരു മൊബൈൽ വാങ്ങുമായിരുന്നു. ഐ വുഡ് ഹാവ് ബോട്ട്. ബൈ എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് ബോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഐ വുഡ് ഹാവ് ബോട്ട് എ മൊബൈൽ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഒരു മൊബൈൽ ഞാൻ വാങ്ങുമായിരുന്നു. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഐ വുഡ്, അതുപോലെ തന്നെ ഐ ഹാഡ്. ഇത് രണ്ടും ഷോർട്ട് ഫോം ആക്കുമ്പോൾ ഐഡ് എന്നാണ് വരാം. അപ്പൊ ഇവിടെ ഐ ഹാഡ് ആണ്, കാരണം ഹാഡിന് ശേഷം വീണ്ടും വെർബിന്റെ തേർഡ് ഫോം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വുഡ് ആണ്, കാരണം വുഡിന് ശേഷം ഹാവ് പ്ലസ് വെബ് തേർഡ് ഫോമോ അല്ലെങ്കിൽ
വെർബിന്റെ ഫസ്റ്റ് ഫോം ആണോ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഇക്വേഷനിൽ വുഡിന് ശേഷം ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം ആണ് വരുന്നത്. ഇത് വുഡ് ആണ്, ഇത് ഹാഡ് ആണ്. ഐ വുഡ് ഹാവ് ബോട്ട് എ മൊബൈൽ ഫോർ യു യെസ്റ്റർഡേ. ഇനി നമുക്ക് ഇത് ഒരുമിച്ച് പറയാൻ സാധിക്കണം. നമുക്കറിയാം ഇംഗ്ലീഷിലെ അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു സെന്റൻസ് ആണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് പറയാൻ സാധിക്കില്ല. പല തവണ നമ്മളിത് ഉറക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത് നിർബന്ധമാണ്. ഞാൻ നിനക്ക് വേണ്ടി ഒരു മൊബൈൽ വാങ്ങുമായിരുന്നു. ഐ ഹാവ് ബോട്ട് എ മൊബൈൽ ഫോർ യു. എൻ്റെ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐഡ് ഹാഡ് ഇനഫ് മണി, ഇഫ് ഐഡ് ഹാഡ് ഇനഫ് മണി ഐഡ് ഹാവ് ബോട്ട് എ മൊബൈൽ ഫോർ യു. ഇഫ് ഐഡ് ഹാഡ് ഇനഫ് മണി I'd have bought a mobile for you yesterday. If I'd had enough money, I'd have bought a mobile for you yesterday. 3 തവണ 4 തവണ നമ്മൾ ഇത് പറയണം. ഇനി നമുക്ക് ഈ സെന്റൻസ് ഒന്ന് പരിചയപ്പെടാം. If I hadn't been busy last week, കഴിഞ്ഞ ആഴ്ച ഞാൻ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ, ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. I'd have called you, ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. I would have called you, ഞാൻ നിന്നെ വിളിക്കുമായിരുന്നു. ഇവിടെയാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ്. ഞാൻ തിരക്കിലല്ലായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡിൻറ്റ് നെഗറ്റീവ് ഫോം ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും ബിസി എന്നത് അഡ്ജക്റ്റീവ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബി എന്ന വെർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ബിയുടെ തേർഡ് ഫോം ആണ് ബീൻ. അപ്പോൾ ഞാൻ തിരക്കിലായിരുന്നുവെങ്കിൽ എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇഫ് ഐ ഹാഡ് ബീൻ ബിസി. ഞാൻ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ, ഇഫ് ഐ ഹാഡിൻ ബിൻ ബിസി. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഞാൻ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ, ഇഫ് ഐ ഹാഡിൻ ബിൻ ബിസി എന്ന് ലാസ്റ്റ് വീക്ക്. ഇഫ് ഐ ഹാഡിൻ ബിൻ ബിസി ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ, ഐഡ് ഹാവ് കോൾഡ് യു, നിന്നെ ഞാൻ വിളിക്കുമായിരുന്നു. ഇനി 3 തവണ അത് ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. ഇഫ് ഐ ഹാഡിൻ ബിൻ ബിസി ലാസ്റ്റ് വീക്ക്, ഐഡ് ഹാവ് കോൾഡ് യു. If I hadn't been busy last week, I'd have called you. If I hadn't been busy last week, I'd have called you. നിങ്ങൾ നിർബന്ധമായും ഒരു പ്രാവശ്യം ഈ വീഡിയോ കാണണം. എന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണണം. നിങ്ങൾ ആ കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോ സെന്റൻസ് കേൾക്കുമ്പോഴും പോസ് ചെയ്യുകയും ഉറക്കെ പ്രാക്ടീസ് ചെയ്യുകയും വേണം. അപ്പൊ ഇത്തരം സെന്റൻസുകളൊക്കെ നമുക്ക് വളരെ പരിചയമാവും. പരിചയമാക്കാതെ നമുക്ക് ഇവ ഉപയോഗിക്കാൻ സാധിക്കില്ല. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പ്രാക്ടീസ് വേണം. എങ്കിൽ മാത്രമേ നമുക്കിവ ഭംഗിയായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. Would you have come here last Friday if I'd invited you? ഞാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ, if I'd invited you, ഞാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ, ഇവിടെ ഹാഡ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. if I'd invited you, ഞാൻ നിന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ, would you have come here last Friday? നീ വരുമായിരുന്നോ? ചോദ്യം വരുന്ന സമയത്ത് ഓക്സിലറി വെർബ് ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇവിടെ വുഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വുഡ് യു ഹാവ് കം ഹിയർ, വുഡ് ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നു. സബ്ജക്റ്റ് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വന്നു. വുഡ് യു ഹാവ് കം ഹിയർ. ഇക്വേഷൻ കൃത്യമായി ഫോളോ ചെയ്യാം. വുഡ് യു ഹാവ് കം ഹിയർ ലാസ്റ്റ് ഫ്രൈഡേ, കഴിഞ്ഞ വെള്ളിയാഴ്ച നീ വരുമായിരുന്നോ? എങ്ങനെയാണെങ്കിൽ, ഇഫ് ഐഡ് ഇൻവൈറ്റഡ് യു, ഞാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ. അപ്പൊ സത്യത്തിൽ ഞാൻ നിന്നെ ക്ഷണിച്ചില്ല, ക്ഷണിച്ചിരുന്നുവെങ്കിൽ നീ വരുമായിരുന്നോ എന്നാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. ഇത്തരം സെന്റൻസുകളെയാണ് കണ്ടീഷണൽ സെന്റൻസുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് 3 തവണ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. വുഡ് യു ഹാവ് കം ഹിയർ ലാസ്റ്റ് ഫ്രൈഡേ ഇഫ് ഐഡ് ഇൻവൈറ്റഡ് യു? വുഡ് യു ഹാവ് കം ഹിയർ ലാസ്റ്റ് ഫ്രൈഡേ ഇഫ് ഐഡ് ഇൻവൈറ്റഡ് യു? വുഡ് യു ഹാവ് കം ഹിയർ ലാസ്റ്റ് ഫ്രൈഡേ ഇഫ് ഐഡ് ഇൻവൈറ്റഡ് യു? വേണ്ടുവോളം പ്രാക്ടീസ് കിട്ടേണ്ട ടോപ്പിക്കാണിത്. കൃത്യമായി ഇത് മനസ്സിലാക്കണമെങ്കിൽ 2 മണിക്കൂർ നേരം ദൈർഘ്യമുള്ള വീഡിയോസ് നമ്മൾ കാണണം. കാരണം പാസീവ് വോയിസ് വരുമ്പോൾ ഇതിൽ എന്ത് മാറ്റം വരും? അഡ്ജക്റ്റീവ്സ്, നൗൺസ്, ആക്റ്റീവ് വോയിസ്, ഇതിലെല്ലാം എന്ത് മാറ്റം വരും? ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഭംഗിയായി ഇവ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. കൃത്യം ഓർഡർ അനുസരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഇത് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ഒരു സാമ്പിൾ ആണ്, പക്ഷെ അത് മുഴുവനില്ല. റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ വ്യക്തമായി ഇതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ലൈവ് ക്ലാസ്സസ് ആണെങ്കിൽ ഒരു ഗുണമുള്ളത്, ഇത് റിയൽ ലൈഫിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം,
സ്റ്റുഡൻസുമായും ടീച്ചേഴ്സുമായും നിങ്ങൾ സംസാരിക്കും ഇത്തരം പഠിച്ച സെൻറ്റൻസുകൾ ഉപയോഗിച്ച്. അങ്ങനെ വരുമ്പോൾ അവ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ വ്യത്യാസം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഷോർട്ട് കട്ട്സ് ഇല്ല ഇതിന്. ഇത്തരം ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സൗജന്യമായിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിന് വേണ്ടി ഇവ ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.